ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു ആക്ടിവിറ്റിയാണ് എടുക്കുന്നത്. ബയാ ഹമാരി ചിടിയ റാണി എന്നുള്ള കവിതയിലെ ആക്ടിവിറ്റി ഇതെഴുതിയത് മഹാദേവി വർമ്മ. ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അത് നോക്കാം. ഫസ്റ്റ് വൺ, തിൻകെ ലാക്കർ മഹൽ ബനാത്തി ഗോംസ്ലേക്കോ മഹൽ ക്യോം കഹാ ഗയാ ഹേ. ഈ കിളികൾ പുൽനാമ്പ് കൊണ്ടുവന്നിട്ടാണ് അവരുടെ കൊട്ടാരം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗോംസ്ലെ എന്ന് പറഞ്ഞാൽ കിളിയുടെ കൂട്, അതിനെ എന്തുകൊണ്ടാണ് കൊട്ടാരം എന്ന് പറയുന്നത്, കൊട്ടാരം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. महल में लोगों को जीने की सभी सुविधाएं हैं. घोंसलों में भी चिड़िया को जीने की सभी सुविधाएं हैं. इसलिए घोंसलों को महल कहा गया है. എന്താണ് മഹൽ എന്ന് പറഞ്ഞാൽ കൊട്ടാരം. ഈ കൊട്ടാരത്തിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. അതുപോലെ കിളികൾക്ക് അവരുടെ കൂട്ടിൽ അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. ഇതുകൊണ്ടാണ് ഈ കിളിയുടെ കൂടിനെ കൊട്ടാരം എന്ന് പറയുന്നത്. पर निकलेंगे उड़ जाएंगे मैं किसी की सूचना है. ഒരു ചിറക് മുളക്കുന്നു, അപ്പോൾ ഇവർ പറന്നു പോകുന്നു. ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണെന്ന്. ബച്ചെ ബഡേ ഹോക്കർ അപ്ന കാം ഖുദ് കരെ. ഈ കിളികൾ വലുതായി എന്നുള്ളതിൻ്റെ സൂചനയാണ് എന്ത്, ചിറകൊക്കെ മുളക്കല്ലേ. ചിറകൊക്കെ മുളച്ച ഇതായാൽ അവർ വലുതായി എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ വലുതായാൽ അവരുടെ ജോലികൾ അവർക്ക് സ്വയം ചെയ്യാൻ പറ്റും. അതാണ് ഈ വരിയിൽ ഉദ്ദേശിക്കുന്നത്. അടുത്തത്, ബയാക്കെ ബച്ചോं की निगरानी हम बारी बारी से करेंगे इसका तात्पर्य क्या है. ഈ കുട്ടികൾ ഈ ബയയോട് പറയുന്നുണ്ട്, ഞങ്ങൾ മാറി മാറി വന്ന് നോക്കിക്കോളാം എന്നല്ലേ. പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. ബയ ഉനെ ഉത്തനി പ്യാരി ഹെ കഹി ഉഡ് ന ജാക്കർ വഹ് ഇസ് പേട് മേ ഹി രഹേ. അതായത് ഈ കിളികളെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ കുട്ടികൾക്ക്. അപ്പോൾ ഈ മരത്തിൽ നിന്ന്, അവരുടെ അടുത്തുള്ള ആ മരത്തിൽ നിന്ന് അവർ പോവരുത്, ഈ കിളി പോവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഈ കുട്ടികൾ കിളിയോട് പറയുന്നത്, ഞങ്ങൾ മാറി മാറി വന്നിട്ട് നിന്നെ നോക്കിക്കോളാം എന്ന് പറയുന്നത്. കവിത സെ അപ്പിനി മൻ പസന്ത് പങ്ക്തിയാം ചുൻകർ ലിഖി. സെലക്ട് യുവർ ഫേവറേറ്റ് ലൈൻസ് ഫ്രം ദ പോയം ആൻഡ് റൈറ്റ് ദം ഡൗൺ. അതായത് ഈ കവിതയിൽ, ഈ ബയാ ഹമാരി ചിടിയ റാണി എന്നുള്ള കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വരികൾ എഴുതി വെക്കാൻ. അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് വരിയാണോ അതിലിഷ്ടം അത് എഴുതാട്ടോ. നല്ലൊരു ആക്ടിവിറ്റി അല്ലേ. അടുത്തത്, നിമ്നലിഖിത് ആശയവാലി പങ്ക്തിയാൻ ചുനെ. ഈ താഴെ 2 വരികൾ കൊടുത്തിട്ടുണ്ട്. ആ ആശയം വരുന്ന വരികൾ നമ്മുടെ കവിതയിൽ നിന്ന് എടുത്തെഴുതാം. ഇതേ ആക്ടിവിറ്റി നമ്മൾ കുറേ പഠിച്ചതാണല്ലേ, നല്ല സിമ്പിളായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അപ്പോൾ എന്താണ് ആ കൊടുത്തിട്ടുള്ള ആശയം എന്ന് നമുക്ക് വായിച്ചു നോക്കാം. അതേ ആശയം വരുന്ന വരികൾ കവിതയിൽ നിന്ന് എടുത്തെഴുതാം. ചിടിയ ദൂർ ന ജായേ ഇസ്കേ ലിയേ ആംഗൻ മേ ദാനാ പാനി വരദേങ്കേ. കുട്ടികൾ കിളിയോട് പറയുന്നുണ്ട് അല്ലേ, ഈ മുറ്റത്ത് നിനക്ക് കഴിക്കാനുള്ള ധാന്യങ്ങളും കുടിക്കാനുള്ള വെള്ളമൊക്കെ ഞങ്ങൾ ഈ മുറ്റത്ത് തരാം, നീ ദൂരെയൊന്നും പോകരുതെന്ന്. അപ്പോൾ അതേതാണോ ആ വരി എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് എടുത്തെഴുതാം. രണ്ടാമത്തത്, ബച്ചെ ബയാ ബൻകർ ഉഡ് ജായേ തോ ഹം മാതാ ചിടിയാക്കെ പാസ് രഹേങ്കെ. കുട്ടികൾ പിന്നെന്താണ് പറയണത്, നിൻ്റെ കുട്ടികൾ വലുതായാൽ നിൻ്റെ അടുത്ത് നിന്നും അവർ പറന്നു പോകും, അപ്പോൾ നീ വിഷമിക്കണ്ട, അമ്മക്കിളിയുടെ അടുത്തേക്ക് ഞങ്ങൾ വരാമെന്ന് പറയുന്നുണ്ട് അല്ലേ. ആ വരിയാണ്, ആ ആശയം വരുന്ന വരിയാണ് ഇവിടെ എടുത്തെഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ആ 2 ആശയം വരുന്ന വരികളും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത്, തുജ്കോ ദൂർ ന ജാനെ ദേങ്കെ ദാനോം സെ ആംഗൻ ഭർ ദേങ്കെ ഔർ ഹൗസ് മേ ഭർ ദേങ്കെ ഹം മീഠാ മീഠാ ടണ്ടാ പാനി. നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പോൾ അതാണ് ആ ഫസ്റ്റ് ആശയം വരുന്ന വരി. രണ്ടാമത്തത്, ഉഡ് ജായെങ്കെ ബയാ ബനെങ്കെ ഹം തബ് തേരെ പാസ് രഹേങ്കെ. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി ക്ലിയർ അല്ലേ.
അപ്പോൾ അതാണ് ആശയം വരുന്ന വരി എഴുതുക എന്ന് പറഞ്ഞാലുള്ളത് കേട്ടോ. ഓക്കെ. അടുത്തതാണ് സമാനാർത്ഥവാലെ ശബ്ദ കവിതാസെ ചുനെ താലിക ഭരെ. സമാനാർത്ഥവാല് എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് വരുന്ന വേർഡ്സ്. അങ്ങനത്തെ കുറേ വേർഡ്സ് നമ്മളിതിൽ പഠിച്ചിട്ടുണ്ട്. അത് ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ആ വേർഡിന് പകരമാണ് നമുക്ക് വേറെ വേർഡ് പഠിച്ചത് എഴുതാം. വേറെ ഒന്നും അവിടെ മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. അത് മാത്രം മാറ്റി എഴുതാം. എന്നിട്ട് ആ കോളം അതേപോലെ പൂരിപ്പിക്കുക. അതാണ് ഈ ആക്ടിവിറ്റി. അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണ്? പക്ഷി, ജൽ, പങ്ക്, ടഹനി, ചിടിയ. ഇതൊക്കെ ഏതാണെന്ന് നമുക്ക് നോക്കാം. വേറെ ഇതിൽ മാറ്റമൊന്നും വരുത്തണ്ട. ഈ വേർഡിന് പകരം വേർഡ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഒന്നാമത്താണ് ഹർ പക്ഷി കാ അപ്ന രഹൻ സഹൻ ഹേ. നമ്മൾ ഈ കവിതയിൽ പക്ഷിക്ക് പകരം പഠിച്ച വേർഡാണ് ചിടിയ. അപ്പോൾ എങ്ങനെ എഴുതും? ഹർ ചിടിയ കാ അപ്ന രഹൻ സഹൻ ഹേ. വേറെ ഒന്നിലും മാറ്റമില്ല. ആ പക്ഷിക്ക് പകരം ചിടിയ എന്ന് മാത്രം എഴുതാം. അതുപോലെ നമുക്കറിയാം ജൽ എന്നുള്ളതിൻ്റെ വേറൊരു വേർഡാണ് പാനി. പാനി ജീവൻ കാ ആധാർ ഹേ. പങ്ക്, പങ്ക് നമ്മൾ പഠിച്ചതാണല്ലേ, ചിറക്. അതിന് പകരം നമ്മൾ പഠിച്ച ഈ കവിതയിൽ പർ. पर के बिना उड़ना असंभव है. അടുത്ത അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് ടെഹനി. ടെഹനി എന്ന് പറഞ്ഞാൽ കൊമ്പ്. പേട് की सबसे ऊंची टहनी पतली है. അപ്പോൾ നമ്മൾ അതിന് പകരം ടെഹനിക്ക് പകരം ടാലി. पेड़ की सबसे ऊंची टाली पतली है. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ആ വേർഡുകൾ പഠിക്കട്ടോ. അപ്പോഴാണ് ആ ആക്ടിവിറ്റി എഴുതാൻ പറ്റുള്ളൂ. അടുത്ത ആക്ടിവിറ്റി ये संकेत पढ़े और जीवों को जीने दो विषय पर टिप्पणी लिखे. ടിപ്പണി എന്ന് പറഞ്ഞാൽ എന്താണ്? കുറിപ്പ് എഴുതുക. ജീവോങ്കോ ജീനേതോ, ജീവികളെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന വിഷയത്തെക്കുറിച്ചിട്ട് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കുറിപ്പ് എഴുതാൻ ആവശ്യമായ പോയിൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് അവിടെ അല്ലേ. ഒരു 5 പോയിൻ്റ് തന്നിട്ടുണ്ട്. ആ പോയിൻ്റ് വെച്ചിട്ട് തന്നെ എഴുതിയാൽ മതി. അതൊന്നും കൂടി കൂടുതലായിട്ട് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ആ പോയിന്റിൽ തന്നിട്ടുള്ളത് നമുക്ക് വായിച്ച് നോക്കാം. ഫസ്റ്റ്, चारा तलाशने के लिए प्राणियों का अपना तैर तरीका है. മൃഗങ്ങൾക്ക് വെള്ളവും ഭക്ഷണമൊക്കെ കണ്ടെത്താൻ അവരുടേതായ വഴികളുണ്ട്. പ്രാണി അപ്പിനെ ബച്ചോം കി നിഗരാനി ഗുദ് കർ സക്താ ഹേ. ജീവികൾക്ക് അവരുടെ കുട്ടികളെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ട്. അവർക്ക് സ്വയം സംരക്ഷിക്കാൻ കഴിയുന്നു. പങ്ക് നികൽനെ പർ ഉഡ്ജാന ചിടിയോം കി സഹജ് വൃത്തി ഹേ. അതായത് ചിറക് മുളച്ചാൽ പറക്കുക എന്നുള്ളത് ഈ പക്ഷികളുടെ സഹജമായ ഒരു പ്രവൃത്തിയാണ്. ഗത്തരേമെ മദത് കരേ, ആപത്തിൽ സഹായിക്കുക. സുഗേമെ പാനീതെ, വരൾച്ചയിൽ വെള്ളം നൽകുക. ഈ പോയിൻറ്റ്സ് വെച്ചിട്ടാണ് നമുക്ക് ഒരു കുറിപ്പ് എഴുതേണ്ടത്. ജീവോംകോ ജീനേതോ. അപ്പോൾ കുറിപ്പ് എഴുതാൻ നമ്മൾ ഫസ്റ്റ് അതിന് ഹെഡിങ് കൊടുത്ത് സബി ജീവബന്ധു ഇസ് ധർത്തിക്ക് ഹക്ക്ദാർ ഹേ. എല്ലാ ജീവജാലങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണ്. പ്രകൃതി സെ ഉൻക അട്ടൂട്ട് സംബന്ധ് ഹേ. ഈ പ്രകൃതിയുമായിട്ട് അവർക്ക് അഭേദ്യമായ ഒരു ബന്ധമുണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും. ചാര പാനി തലാഷ്നെ കെ ലിയെ പ്രാണിയോം കാ അപ്ന തയ്ർ തരീക്ക ഹേ. ഈ പോയിൻ്റ് നമ്മൾ നേരത്തെ അവിടെ പോയിൻറ്റ്സ് തന്നതിൽ പറഞ്ഞതാണല്ലേ. മൃഗങ്ങൾക്ക് വെള്ളവും ഭക്ഷണമൊക്കെ കണ്ടെത്താൻ അവരുടേതായ ഒരു വഴികളുണ്ട്. അപ്പോൾ കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ ആ പോയിൻറ്റ്സ് വെച്ചിട്ട് തന്നെ എഴുതാം. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് കാണാപ്പാഠം പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ സിമ്പിളായിരിക്കും കേട്ടോ. അവർ പ്രാണി അപ്പിനെ ബച്ചോം കി നിഗരാനി ഗുദ് കർ സക്തേ. അതുപോലെ ഓരോ ജീവികളെ അവരെ മക്കളെ നോക്കാൻ നമ്മളാരും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അല്ലേ. അവർക്ക് തന്നെ അതിൻ്റെ സ്വയം വളർത്താനുള്ള കഴിവുണ്ട്. പങ്ക് നികൽനെ പർ ഉഡ്ജാന ചിടിയോം കി സഹജ് വൃത്തി ഹേ. ചിറക് മുളച്ചാൽ പറന്നു പോകുക എന്നുള്ളത് കിളികളുടെ സഹജമായ ഒരു പ്രവൃത്തിയാണ്. ഉസ്മേ ദുഃഖി ഹോനെ കി
കൈ ബാത്ത് നെഹി ഹം ഗത്തരേമേ ഉൻകോ മദത് കർനെ ചാഹിയെ. അതായത് എന്തെങ്കിലും ആപത്തിൽ പെട്ടവരെയൊക്കെ സഹായിക്കുക. അതുപോലെ എന്താണ് ജൈസെ സുഗേമേ പാനി ദേന ആദി മാനവിക ദ്വായത്ത് ഹെ. അതുപോലെ വരൾച്ച അനുഭവിക്കുമ്പോൾ അവർക്ക് നമ്മൾ വെള്ളം നൽകുക, ആപത്തിലുള്ളവരെ സഹായിക്കുക, അതൊക്കെ നമ്മുടെ കടമയാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആ പോയിൻ്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കുറിപ്പ് എഴുതേണ്ടത്. അപ്പോൾ ആ പോയിൻറ്റ്സ് നന്നായി വായിച്ച് നോക്കുക, എന്നിട്ട് കുറിപ്പ് എങ്ങനെ എഴുതുക എന്നുള്ളത് നോക്കാം. അപ്പോൾ സെറ്റല്ലേ? നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ്. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കാണുന്നുണ്ട് അല്ലേ? ഒരു കണ്ണ് കാണാത്ത ഒരാൾ റോഡ് മുറിഞ്ഞ് കടക്കാൻ ശ്രമിക്കുകയാണ്. 2 കുട്ടികൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. യഹാം അന്ധ വ്യക്തി സടക്ക് പാർ കർനെ കി കോശിഷ് കർ രഹാ ഹെ ലിഖെ ചിത്ര മേ ക്യാ ക്യാ ഹോ രഹെ. അപ്പോൾ ആ ചിത്രം നോക്കിയിട്ട് ആ ചിത്രത്തിൽ എന്തൊക്കെയാണ് ചെയ്യണത് എന്നുള്ളത് നമ്മൾ എഴുതണം. അതാണ് ഈ ആക്ടിവിറ്റി. അപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ എന്താ കാണുന്നത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഏക്ക് അന്ധാ വ്യക്തി സടക്ക് പാർ കർനേക്ക് കോശിഷ് കർ രഹാ ഹെ. ഒരു കണ്ണ് കാണാത്ത ഒരു വ്യക്തി റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അടുത്ത പിക്ചറിൽ ദോ ബച്ചേ ഉസ് അന്ധാ വ്യക്തിക്കോ മദത് കർനേക്ക് തയ്യാരി മേ ഖടെ ഹെ. 2 കുട്ടികൾ ആ കണ്ണ് കാണാത്ത വ്യക്തിയെ റോഡ് മുറിഞ്ഞ് കടക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. മൂന്നാമത്തെ പിക്ചർ ബച്ചേ ഉൻകോ സടക്ക് പാർ കർനേമേ മദത് കർത്തേ ഹേ. ഈ കുട്ടികൾ ആ വ്യക്തിയെ റോഡ് മുറിഞ്ഞ് കടക്കാൻ സഹായിച്ചു. 4ാമത്തെ പിക്ചറിൽ എന്താ കാണുന്നത്? അന്ധാ വ്യക്തി ഉൻസെ ധന്യവാദ് കഹ്താ ഹേ. ഈ കുട്ടികൾ റോഡ് മുറിഞ്ഞ് കടക്കാൻ വേണ്ടി സഹായിച്ചപ്പോൾ ഈ വ്യക്തി എന്താണ് ആ കുട്ടികളോട് നന്ദി പറയാണ്. അപ്പോൾ ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ്. എല്ലാം നന്നായിട്ട് നോക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.